ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടെൽക്കാണോ ഗോയിറ്റയാണോ ബെറ്റർ, എന്തുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഇപ്പോൾ ടെൽക്ക് കൂടുതൽ എഴുതുന്നത് ഗോയിറ്റേനെക്കാട്ടും, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഫസ്റ്റ് തന്നെ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇവിടെ നാട്ടിൽ നിന്ന് വരുന്നത് വരെ എനിക്ക് ടെൽക്ക് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ എൻ്റെ B1 ക്ലാസ്സിന് ജോയിൻ ചെയ്ത് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ടെൽക്ക് എന്ന് പറയുന്ന ഒരു എക്സാമും കൂടി ഉണ്ടെന്ന്. പിന്നെ ഞാൻ ChatGPTയിൽ ടെൽക്കിനെ കുറിച്ച് കുറേ റിസർച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പം എല്ലായിടത്തും ടെൽക്ക് തന്നെയാണ് എല്ലാവരും ഹൗസ് ബിൽഡിങ്ങിന് ബെറ്ററായിട്ട് പറയുന്നത്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ തന്നെ എടുക്കുവാണെങ്കിലും B1-ന് ഉണ്ടായിരുന്ന കൂടുതൽ പേരും ജർമ്മൻ പാസ്പോർട്ട് കിട്ടാനായിട്ട് B1 പഠിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരും എഴുതുന്നത് ടെൽക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഗോയിറ്റേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എൻ്റെ ക്ലാസ്സിലേ ഇല്ലായിരുന്നു. പഠിപ്പിക്കുന്നതാണെങ്കിലും ടെക്സ്റ്റ് ബുക്കും എല്ലാം ടെൽക്കിൻ്റെ ബേസിസിലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ടീച്ചറിനോട് തന്നെ ചോദിച്ചു, ഞാൻ ഹൗസ് ബിൽഡിങ് ചെയ്യാനാണ് എനിക്ക് പ്ലാന്, അപ്പോൾ അതിന് ഞാൻ ഏത് എക്സാമാണ് എഴുതേണ്ടത്, ഏതാണ് ബെറ്റർ അഡ്മിഷൻ കിട്ടാനൊക്കെ, ഗോയിറ്റേ ആണോ നല്ലത് അതോ ടെൽക്കാന്ന് എല്ലാവരും പറയുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പുള്ളിക്കാരിയും പറഞ്ഞു ടെൽക്ക് തന്നെ എഴുതിയാൽ മതി, ഗോയിറ്റേ ഒന്നും എഴുതണ്ട ഹൗസ് ബിൽഡിങ്ങിനൊന്നും, ഗോയിറ്റേ പാസ്സാവാനും പാടാണ്, പിന്നെ വലിയ വേൾഡ് വൈഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഗോയിറ്റേ തന്നെയാണ്, ടെൽക്കിനെക്കാട്ടും ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ഗോയിറ്റയാണ്. പക്ഷേ എങ്കിലും ഹൗസ് ബിൽഡിങ്ങിനൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ടെൽക്ക് തന്നെ മതി, ചുമ്മാ ഗോയിറ്റേ എഴുതി പണിയാക്കാൻ നിൽക്കണ്ടെന്ന് എന്നോട് പുള്ളിക്കാരിയും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഗോയിറ്റേ എന്നുള്ള പ്ലാൻ മൊത്തം ടെൽക്കിലേക്ക് കൺവേർട്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് കുറേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ടെൽക്കിൻ്റെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ടെൽക്കും ഗോയിറ്റയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഗോയിറ്റേ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ലെസൺ, ഹ്യോറൻ, ഷ്രൈബൻ, സ്പ്രഷൻ ഇത് നാലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പാസ്സാവണം. പക്ഷേ ടെൽക്കിൽ ഇത് അങ്ങനെയല്ല. ടെൽക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 സെറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ, സ്പ്രാഹ് പൗസ്റ്റൈന് ഇത് 4 എണ്ണവും നമ്മൾ ഒരു സെറ്റായിട്ടും സ്പ്രഷൻ നമ്മൾ രണ്ടാമത്തെ വേറൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ 2 എണ്ണത്തിലും നമുക്ക് 60% നമുക്ക് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സാം പാസ്സാവും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് നമ്മൾ സ്പ്രഷൻ മാത്രം പാസ്സായി, മറ്റേ ആദ്യത്തെ സെറ്റിൽ നമുക്ക് 60% കിട്ടിയില്ല, നമ്മൾ പൊട്ടിയെന്ന് വിചാരിച്ചാൽ നമുക്ക് ആ പൊട്ടിയ ഇത് മാത്രം എഴുതിയാൽ മതി, പിന്നെ ആദ്യം തൊട്ടേ നമ്മൾ മൊത്തം എഴുതേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ഗോയിറ്റേനെക്കാട്ടും ടെൽക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആക്കി മാറ്റുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസും ഗോയിറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ടെൽക്ക് ഈസി ആയിട്ടാണ് വരുന്നത്. നമ്മൾ ടെൽക്ക് കൂടുതലും നമ്മൾ നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പാകത്തിന് ആ ഒരു ബേസിസിലാണ് നമ്മുടെ ടെൽക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോണത്. പിന്നെ പരീക്ഷേൻ്റെ കോസ്റ്റ് ആണെങ്കിലും ഗോയിറ്റയ്ക്ക് കുറച്ച് പൈസ കൂടുതലാണ്. പിന്നെ ടെൽക്കിനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് ടെൽക്കിൻ്റെ B1ഉം B2 എഴുതിയത്. അപ്പോൾ ടെൽക്കിൻ്റെ B1നും എനിക്ക് 204 യൂറോ തന്നെയായിരുന്നു, B2വിനും ആ സെയിം റേറ്റ് തന്നെയായിരുന്നു വന്നത്. അപ്പോൾ പൈസയും പിന്നെ നമുക്ക് എക്സാമിന് സീറ്റ് കിട്ടുവാനാണെങ്കിലും നമുക്ക് ഗോയിറ്റേൻ്റെ അത്രയും നമുക്ക് ഭയങ്കര പാടില്ല നമുക്ക് സീറ്റ് കിട്ടാനാണെങ്കിലും. പിന്നെ ഇവിടെ നടത്തുന്നത് എനിക്കിപ്പോൾ ഇവിടെ അടുത്ത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പ്രാഹ് ഷൂളയിൽ അവർ ടെൽക്കിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നേരത്തെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് സ്വന്തമായിട്ട് അവരുടെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് നമുക്ക് ഏത് എക്സാമാണ് എഴുതേണ്ടത് അത് നേരത്തെ ബുക്ക് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസ് പൈസ അടയ്ക്കുക ഓൺലൈനായിട്ട് തന്നെ, എന്നിട്ട് നമ്മൾ എക്സാമിന് പോവാം. അത്ര തന്നെ ഉള്ളൂ, കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ടെൽക്കിൻ്റെ എക്സാം നടക്കുന്നത് 2 ദിവസമായിട്ടാണ് നടക്കുക. ഗോയിറ്റ് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ 4 എണ്ണം ഒറ്റയടിക്ക് തീരും. പക്ഷേ ടെൽക്ക് നമുക്ക് 2 ദിവസമായിട്ടാണ് നടക്കുക. ആദ്യത്തെ ദിവസം നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ് ലേസൺ, ഹ്യോറൻ, ഷ്രൈബൻ, പിന്നെ സ്പ്രാഹ് പൗസ്റ്റൈനെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമാറ്റിക് പാർട്ടാണ്. അത് 2 ടൈലായിട്ടാണ് ഉള്ളത്. നമുക്കിങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ നമ്മൾ ഗ്രാമേഴ്സ് നമ്മളിങ്ങനെ ഫിൽ ചെയ്തിടണം. അപ്പോൾ അത് ഈ 4 എണ്ണം ആദ്യത്തെ ദിവസം നടക്കും. രണ്ടാമത്തെ ദിവസം സ്പ്രഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുക. അപ്പോൾ നമുക്കൊരു പാർട്ട്ണർ ഉണ്ടാവും, ബാക്കിയെല്ലാം അതുപോലെ തന്നെ അവർ നമ്മൾ വിളിക്കുന്നു, പോകുന്നു, അങ്ങനത്തെ എല്ലാം സാധാരണ നോർമൽ എക്സാം പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ ID കൊണ്ടുപോവുക, പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് നമ്മളെല്ലാം ചെയ്യുക, പേന അലൗഡ് അല്ല, പിന്നെ എല്ലാം അങ്ങനെ തന്നെ സാധാ ഇതുപോലെ തന്നെ എല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് എക്സാം പോവുക. പിന്നെ ടെൽക്കിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരാനായിട്ട് കുറച്ച് ലാഗ് ഉണ്ട്, ഒരു 4 തൊട്ട് 5 ആഴ്ച വരെ എടുക്കും. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ടെൽക്കിൻ്റെ B2 എഴുതിയത് ഞാൻ ഡിസംബറിലായതുകൊണ്ട് ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ വരുന്നത് കൊണ്ട് ഇപ്രാവശ്യത്തെ എൻ്റെ 6 ആഴ്ച എടുക്കും. സോ അത് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നമുക്ക് റിസൾട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റ് വഴി അവർ തന്നെ നമുക്ക് അയച്ചു തരും. പിന്നെ അങ്ങനത്തെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ അടുത്ത് കഴിഞ്ഞ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതെനിക്ക് 50-50 എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സ്പ്രഷൻ എനിക്ക് ഓക്കെ ആയിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദ്യത്തെ സെറ്റിലെ ലേസൺ കുറച്ച് പാടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ആശ്വസിക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ
അത് നമ്മൾ ആദ്യത്തെ സെറ്റിൽ നമ്മൾ എഴുതുന്ന എല്ലാത്തിനും 4 കൂടി മൊത്തത്തിൽ നമുക്ക് 60% ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാവുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അഥവാ നമുക്ക് ലേസൺ ഭയങ്കര ടഫായിരുന്നു, ലേസൺ ഇപ്പോൾ പൊട്ടിയെന്ന് വിചാരിച്ചോ, ബാക്കി ഹ്യോറനും ഷ്രൈബനും സ്പ്രാഹ് ബോസ്റ്റേനെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ 3 2 അല്ലെങ്കിൽ ഏതിലെങ്കിലുമൊക്കെയോ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ആ ടൈൽ പാസ്സാവും. അതുകൊണ്ട് നമുക്ക് അതൊരു വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ് ടെൽക്കിൻ്റെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ടെൽക്കും ഗോയ്റ്റയും തമ്മിലുള്ള എൻ്റെ അറിവിലുള്ള ഡിഫറൻസുകൾ. സോ നമ്മൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈസിയിൽ പാസ്സാവാൻ പറ്റുന്നത് ടെൽക്ക് തന്നെയാണ് ഗോയ്റ്റിനെക്കാട്ടും. പക്ഷേ എന്തുകൊണ്ടും ഗോയ്റ്റയാണ് ടെൽക്കിനെക്കാട്ടും ഒരുപടി കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ളത് വേൾഡ് വൈഡ് ആയിട്ട്. പക്ഷേ നമുക്ക് ഹൗസ് ബിൽഡിംഗ് ഒക്കെ ചെയ്യാനാണ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ടെൽക്ക് തന്നെ ചെയ്താൽ മതി. ഗോയ്റ്റി എഴുതി കുറേ തലവേദന എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇവിടെ ജർമ്മനിയിൽ ഞാൻ ടെൽക്ക് എഴുതിയതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞത്. നാട്ടിൽ എനിക്ക് ടെൽക്ക് എങ്ങനെയാണ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. കാരണം നാട്ടിൽ നിന്ന് എനിക്ക് എഴുതി എക്സ്പീരിയൻസ് ഇല്ല. നാട്ടിൽ നിന്ന് ഞാൻ ആകെ A1 ഗോയ്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതെനിക്ക് എളുപ്പമായിരുന്നു, A1 ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ എല്ലാം പറഞ്ഞത്, B1 B2 ടെൽക്കിൻ്റെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.